സായിന ആ പടച്ചോനെ എന്താ ഇത് പാത്രല്ല കൂടി നിരത്തി ഒരു പണി ഇപ്പോൾ എടുത്തിട്ടില്ലല്ലോ. ഉമ്മക്ക് വയ്യമ്മ, നല്ല ജലദോഷം പനിയുണ്ട്. അതുകൊണ്ടാ. ഇന്ന് ഉച്ചക്ക് ചോറിനെന്താ? മുരിങ്ങടല കൂട്ടാൻ വെക്കണം. ഉണക്കലും മാന്തൾ വെള്ളത്തിട്ട് എനിക്ക് പറ്റൂല കേട്ടോ, പറ്റൂല എനിക്ക് ഉണക്കലൊക്കെ. മീൻ കിട്ടിയില്ലമ്മ. പിന്നെ ഞാൻ ബീഫും ചിക്കനും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അതിന് എപ്പോ വെള്ളത്തിട്ട് മീൻകാരത്തിലെ പോയപ്പോ കണ്ടില്ലേ? മീൻകാരൻ പോയത് കണ്ടില്ലേ? ഞാൻ അവിടെ കെടുക്കായിരുന്നു, വയ്യാത്ത കാരണം. എന്നാ എനിക്ക് വെജായി മാറല്, എന്തെങ്കിലും അങ്ങ് വെജായി മാറലുണ്ട്. ഇന്നലെ എപ്പോഴാ ഫോണ് വെച്ചിട്ടുണ്ടത്? ഞാൻ ചെയ്തുതരാം, പോരെ? ചെയ്തുതരാം. അല്ല, കോഴിമുട്ട വീങ്ങിട്ടില്ല. കോഴിമുട്ട പുഴുങ്ങാൻ പോണുള്ളൂ. എപ്പത്? ഇതിപ്പോ എനിക്ക് മരുന്ന് കുടിക്കാനുള്ളതല്ലേ. വല്ലാത്തൊരു മനക്കം തന്നെയാണ് ഇവള്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ മോളും കൂടി ഇങ്ങോട്ട് വരാത്തത്. അല്ലാന്ന് ഞാൻ കൊടുന്നേരാം. അപ്പൊ കൊടുന്നേരാം. എന്നാ സമയം ഞാൻ അവിടെ പോയിരിക്കണ്ട്. ഞാൻ കേൾക്കണൊന്നുമില്ല, എവിടെ ഇരിക്കണ്ടേ നിങ്ങൾ? ആയിക്കോട്ടെ. എന്നാ വേണ്ടാക്കി കൊണ്ടുവരും. അല്ലാന്ന് നേരെ അത്ര അയക്കുന്നു. ഇങ്ങനെ ഒരു ദുരിതം. ഇവളിപ്പോഴും ആ പൈപ്പിന്റെ അവിടെ നിന്ന് പോന്നിട്ടില്ലേ? അപ്പൊ ഇത് എത്താടി എനിക്ക് ആ പൈപ്പിന്റെ അവിടെ നേരെ വളക്കുമ്പോ കയറി കൂടിക്കണല്ലേ? അടിച്ചരില്ല, തുടച്ചിട്ടില്ല, തിരുമ്പിയിട്ടില്ല. ഈ മിറ്റത്തിന്റെ അമ്മേരെ കെടുക്കണ കെടുപ്പ് കണ്ടില്ലേ? അപ്പൊ എന്താടി എന്റെ തൊള്ളിന്നാവില്ലേ? ഉമ്മപ്പ കഴിയുമ്മ, ഉമ്മപ്പ കഴിയുമ്മ പാവായിട്ടാണ് നിൽക്കും. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല തറവാട്ടിന്ന് കെട്ടിക്കൊണ്ടിരുന്നു. എന്റെ മോനോട് അന്നേ ഞാൻ പറഞ്ഞതാ, ഈ ഒന്നും ഇല്ലാത്തോടന്ന് പോയി പിടിച്ചു കൊടുക്കുന്നുണ്ട്. തളനി തന്തനി പറഞ്ഞാ മതി, ലേച്ചന കേട്ടാ ജാതികള്. അല്ലാന്ന് ഇതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താടി മപ്പാവും, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. കൊടുന്നാ എനിക്ക് നന്ന്, അത്ര തന്നെ. പഠിച്ചോനെ, എന്തൊരു ദുരിതത്തിന്റെ ഉള്ളില്. അമ്മായിമ്മ പോലും നമുക്ക് കേട്ടുള്ളൂ ഇങ്ങനെ. അല്ല, എന്തപ്പോ ഒരു സന്തോഷൊക്കെ? സന്തോഷൊക്കെ ഉണ്ടടാ. കാര്യം പറയും. ഇന്റെ മരുമകളെ ഞാൻ വിചാരിച്ച മരുത്ത ആളല്ല. നിങ്ങളുടെ മരുമകള് എന്ന് പറയുമ്പോ ഭയങ്കര തേനൊലിക്കണ്ടല്ലോ. എന്റെ വര്യനല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനേ ഇന്നൊരു സംഭവം ഞാൻ കേട്ടു. നിന്റെ കൂട്ടുകാരത്തി നെതീറുണ്ടല്ലോ, ഓളാണ് ഇന്നെ കൊണ്ട് ഇന്റെ മരുമോളെ മുഴുവനും ചീത്ത കേൾപ്പിച്ചത്. നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും ഒരു കൂട്ടുകാരത്തികൾ ഉണ്ടായിരുന്നു. നെതീറയുടെ കാര്യം പോട്ടെ, ബാക്കിയൊക്കെ നല്ലതാ കോതിയായിരുന്നു. ഓള് ഇന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്റെ മരുമോളങ്ങനെ. പക്ഷെ ഓള് ഇന്റെ മരുമോള് നേരെ തിരിച്ചാടാ എന്റെ പെണ്ണുങ്ങള്. ഓളിന്ന് ഓളെ ഏട്ടത്തിക്ക് ഫോൺ ചെയ്യണത് ഞാൻ കേട്ട്. ഓള് പറയാ ഓളെ ഏട്ടത്തിനോട് ആരൊക്കെ ഇവിടെ ചുറ്റോട്ടുള്ളവര് ഫോൺ ചെയ്ത് പറഞ്ഞേക്കണേ. ഞാനും ഓളവിടെ നല്ല കടുപ്പം കാട്ടുന്നുണ്ട്. സത്യായിരുന്നല്ലോ. അത് വിട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഓളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓള് പറയണേ, അങ്ങനെയൊന്നും ഇല്ല താത്ത, ഞാൻ എങ്ങനെ ആണ്ട് വരിക? എന്റെ അമ്മായിമാർക്ക് കുറച്ച് കുറുമ്പും വാശിയൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ എന്നോട് വലിയ സ്നേഹമാണ്, നല്ല സ്നേഹമുള്ള ഉമ്മയാണ്. നിന്നെ പറ്റി പറയടാ. ഞാൻ ഇഞ്ഞിണ്ടല്ലോ എന്റെ മരുമോളെ ഒരാളെ വർത്താനം കേട്ടുകാണ്ട്. ഞാൻ പറയില്ല, ഓളിന്റെ മരുമകളല്ലടാ, എന്റെ മോളാണ് ഓള്. അപ്പോഴെങ്കിലും ആ ബോധം വന്നല്ലോ. ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ മുനിച്ചി പെണ്ണുങ്ങളെ വാക്കും കേട്ടിട്ട് ആ പെണ്ണിന്റെ നെഞ്ഞത്തേറാൻ ചെല്ലല്ലായിരുന്നു നിങ്ങളെ പണി. എന്താ അറിയില്ല, വല്ലാത്തൊരു സന്തോഷാണ്. ആയിക്കോട്ടെ, എന്തായാലും അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ ആ പുഴ. അതന്നെ, അൽഹംദുലില്ലാ, എന്റെ കുട്ടീനെ പറ്റിയിട്ട് എന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറി. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇത്രയും കാലം ഞാൻ ഓളൊന്നും സഹായിച്ചിട്ടില്ല. ഞാൻ ഇനി അടുപ്പത്ത് പോയി ഓളൊക്കെ ഒന്ന് സഹായിക്കട്ടെ. എന്തായാലും ഓക്കെ ഒരു സന്തോഷാട്ടെ, എനിക്കും ഒരു സന്തോഷം. അൽഹംദുലില്ലാ. എന്തായാലും കുടുംബത്തൊരു മനസമാധാനം ഉണ്ടാവുമല്ലോ. ഞാൻ കണ്ട്. അൽഹംദുലില്ലാ. എത്ര കാലായി ഞാൻ ദുആ ചെയ്യുന്നേ. ഞാൻ ചെല്ലാത്ത ദിക്റുകളില്ല, സലാത്തില്ല. ഇപ്പോഴെങ്കിലും വിളിന്റെ വിളിയൊന്ന് കേട്ടണം.
ഞാൻ എട്ടങ്ങായി. ഈ അമ്മായിമ്മ പോര് എന്ന് പറയണത് എന്റെ ലൈഫിൽ ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളെ ട്രിക്ക് ഏറ്റു മനുഷ്യ. അതാണ്. അപ്പൊ ഒരു ട്രിക്കിനെ മറികടക്കാം വേറൊരു ട്രിക്ക്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ മറികടക്കാം വേറൊരു ട്രിക്ക്. ഓക്കെ ഓക്കെ, ഇനി എന്തായാലും ഇതിനുള്ളിൽ സമാധാനം സന്തോഷിക്കാറ്. നമുക്ക് എന്തൊരു തെറ്റിദ്ധാരണ വന്നൊക്കെ തോന്നുന്നല്ലേ. അത് പൊതുവെ ഈ അടുത്ത വീട്ടിൽ തന്നെ ദീറാത്തല്ലേ, ആ പെണ്ണൊരുത്തി പറഞ്ഞു കൊടുക്കാത്രേ, വരച്ച വരയിൽ നിർത്തണം മരുവളേനെ, എന്റെ മരുവളേനെ പേടിപ്പിച്ച് നിർത്തിക്കോന്നൊക്കെ. ആ പെണ്ണുങ്ങളെ പണിയാണ്, അല്ലാണ്ട് ഇതിനിതൊന്നും അറിയില്ല. അത് സത്യത്തിൽ ഇത് പൊട്ടത്തിയാണ്. ഇപ്പൊ ചുറ്റുപാടത്തുള്ള പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആണ് ഈ പറയുന്നത്. എന്തെന്നാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ തെറ്റിദ്ധാരണ മാറിയിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ആവാൻ ഞാൻ എന്തുവാ ചെയ്യാറ്. ഇനി ബേജാറാവണ്ട, ഉണ്ടായിരിക്കും. എന്തായാലും വെറുതെ ഒത്തിരിക്കണ്ട, എന്നാ അതിന്റെ അടുത്തേക്ക് ചെന്നാളെ സോപ്പിട്ടിട്ടേ ഒന്നിങ്ങനെ നിന്നോ കൂടെ.